ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: എങ്കിലും പാനപാത്രവാഹന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കുവാൻ പോലും കഴിയാത്ത ചില ഇടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയുടെ ഗതിയെ പോലും തിരിക്കുന്ന ചില ഇടങ്ങളായി മാറ്റുവാൻ കർത്താവിന് കഴിയും. ഒരിക്കൽ പോലും കുണ്ടറയിൽ നിന്ന്, ആ കാരാഗ്രഹത്തിൽ നിന്ന് ഒരു വിടുതൽ ജോസഫ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ആ കുണ്ടറയ്ക്കകത്ത് നിന്ന് തന്നെ ഒരു വ്യക്തി താൻ കണ്ട ആ സ്വപ്നത്തെ ആമേൻ യോസഫ് വ്യാഖ്യാനിച്ചു പറഞ്ഞപ്പോൾ ആ വ്യക്തിയിലൂടെ ജോസഫിനെ വിടുവിക്കാൻ, കാരാഗ്രഹത്തിൻ്റെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം പദ്ധതി ഒരുക്കുകയായിരുന്നു. അതെ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഉയരത്തില്ലെന്ന്, നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന്, നിങ്ങളുടെ ഭാവി ആ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ തീർന്നു പോകുമെന്ന് ആമേൻ മറ്റുള്ളവർ നിങ്ങളെ നോക്കി വിധി എഴുതുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഇരുട്ട് നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ നിങ്ങൾക്കു വേണ്ടി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലരിലൂടെ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യോസഫിന്റെ ജീവിതത്തിൽ അകമ്പടി നായകൻ അപ്പക്കാരുടെ പ്രമാണിയെയും പാനപാത്രവാഹകനെയും അവരെ നോക്കാൻ യോസഫിനെ നിയോഗിച്ചു. ജോസഫ് അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അവർ കണ്ട സ്വപ്നം യോസഫ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ അതേപടി വ്യാഖ്യാനിച്ചു പറഞ്ഞപ്പോൾ ആമേൻ രാജകൊട്ടാരത്തിലെത്തിയ പാനപാത്രവാഹന്മാരുടെ പ്രമാണി യോസഫിനെ മറന്നു കളഞ്ഞിട്ടും ഓർക്കേണ്ട സമയമായപ്പോൾ രാജകൊട്ടാരത്തിൽ ചെന്ന് യോസഫിനെ പറ്റി ഓർമ്മിപ്പിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി യോസഫിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുക. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത അന്ധകാര സമാനമായ ചില ഇടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറും. അതെ, ആ വിഷയത്തിൽ ഇനി ഒരു അത്ഭുതം നടക്കത്തില്ലെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്കു വേണ്ടി ദൈവം ചിലരോട് ഇടപെടുന്നു. അവരിലൂടെ ചില ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണും. ആ കുണ്ടറയിൽ തൻ്റെ ജീവിതമെല്ലാം അവസാനിച്ചുവെന്ന് ജോസഫ് ചിന്തിച്ചേക്കാം. എന്നാൽ ആ കുണ്ടറ, ആ ഇരുൾ നിറഞ്ഞ ജീവിതം തൻ്റെ ജീവിതത്തിൻ്റെ വാഗ്ദത്തത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായി മാറിയെങ്കിൽ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഇരുട്ട് നിറഞ്ഞ അന്ധകാര സമാനമായ ആ സാഹചര്യങ്ങളിൽ ചില ദൈവപ്രവൃത്തികൾ ചിലരിലൂടെ നിങ്ങളെ പുറത്തെത്തിക്കാൻ ദൈവം ഇടപെടും. ആ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മളിലുള്ള ദൈവിക വാഗ്ദത്തം, ദൈവിക പദ്ധതി അത് പൂർത്തീകരിച്ച് നമ്മെ പുറത്തെത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ വചനം മുറുകെ പിടിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.